അങ്ങ് ദൂരെ ഒരു മലയിൽ സ്നോ കണ്ടപ്പോൾ തന്നെ എന്നെ കണ്ണൊക്കെ നിറഞ്ഞു. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കൺപീലി കയ്യിൽ വെച്ച് കണ്ണടച്ച് നമ്മൾ 3 വിഷ് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് അതങ്ങ് ഊതിക്കളയില്ല. എൻ്റെ അതിലൊരു വിഷായിരുന്നു സ്നോ കാണണം എന്നുള്ളത്. കല്യാണത്തിന് മുന്നേ ഞാൻ ഉണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും സ്നോയിൽ കളിക്കണം. അങ്ങനെ ഫൈനലി ഈദ് ഹോളിഡേ വന്നപ്പോൾ നമ്മൾ 3 ദിവസം കൊണ്ടിട്ട പ്ലാനാണ് ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ സ്നോ കാണാൻ പറ്റുമെന്ന് ട്രാവൽ ഏജൻസിയിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഞാൻ സ്നോ കണ്ടു. ആക്ച്വലി അവിടെ ഫ്രഷ് സ്നോ ഒന്നും ആയിരുന്നില്ല, എന്നിരുന്നാൽ പോലും എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആൻഡ് ഹാപ്പിനെസ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. സ്നോ കണ്ടതിന് ശേഷം ഞാൻ ഉണ്ണിയും കുഞ്ഞു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്ത് സ്നോ എടുത്ത് അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു, ഈ ഒരു ബഹളായിരുന്നു. ഞാൻ ബൂട്ട്സ് ഒന്നും ആയിരുന്നില്ല ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ സ്നോയിൽ കിടന്ന ഒരേ കളിയായിരുന്നു. എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ണിക്കായിരുന്നു ഞാൻ സ്നോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളത് കാണാൻ. അങ്ങനെ എന്നെ എക്സൈറ്റ്മെന്റ് എല്ലാം കണ്ടുമടുത്തതിന് ശേഷം ഉണ്ണി എന്നെ ഐസ് എടുത്തിട്ട് ഒരേ എറി. പിന്നെ ഞാൻ വിട്ടുകൊടുക്കോ, ഞാനും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് ഐസ് എടുത്തിട്ട് ഞാനും തിരിച്ച് നല്ലോണം കൊടുത്തു. സത്യം പറഞ്ഞാൽ അവിടെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമ്പോൾ നമുക്ക് അധികം തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ കോൾഡ്. അങ്ങനെ ഐസൊക്കെ എടുത്തിട്ട് ഉണ്ണിയുടെ കൈ മരവിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. എൻ്റെയും കൈ അത്യാവശ്യം മരവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. അങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്.